എല്ലാവർക്കും നമസ്കാരം. HST മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ സീരീസിൻ്റെ 9ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രധാനപ്പെട്ട നമ്മളിതുവരെ ഡിസ്കസ് ചെയ്യാത്ത പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാമിന്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നോക്ക്, സിഗ്മ n is equal to 1 to infinity n factorial x raised to എന്ന അനുക്രമത്തിൻ്റെ അഭിസരണ അർത്ഥവ്യാസം, അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, ഇപ്പം an x റൈസ് ടു n ടൈപ്പിലുള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ, അപ്പോൾ ഇവിടെ an എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. ഓക്കെ, നമുക്ക് ഫാക്ടോറിയൽ വരുന്ന കേസിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് റൂട്ടല്ല, റേഷ്യോ ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ കൺവേർജൻസ് ടെസ്റ്റുകളിൽ ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ ഒരു എക്സാമിന് പറയില്ല. ഫാക്ടോറിയൽ വരുമ്പോൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ലെബനിസ് ടെസ്റ്റ് ഉപയോഗിക്കൂ എന്നൊന്നും അവരൊരിക്കലും പറയില്ല. നമ്മൾ തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് എടുക്കൂ, ഇതൊന്നും അവർ പറയില്ല. നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാക്കണം ഏത് ടെസ്റ്റാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ 1-2 ടിപ്സ് പറയാം. ഇതേപോലെ പ്രിഫറബിൾ എന്നാണ് കേട്ടോ പറയാം. ഇത് ഉപയോഗിക്കണമെന്ന് നിയമമൊന്നുമില്ല, പ്രിഫറബിലിറ്റി പറയുകയാണ്. അതായത് ഫാക്ടോറിയൽ വരികയാണെങ്കിൽ റേഷ്യോ ടെസ്റ്റ് പെട്ടെന്ന് വർക്കാവും. ഓക്കെ, സംതിങ് ഒരു ഹോൾ റൈസ് ടു n എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ടെസ്റ്റ് പെട്ടെന്ന് വർക്കാവും. ഓക്കെ, പിന്നെ ഈ -1 റൈസ് ടു സംതിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, -1 റൈസ് ടു n ഒക്കെയുള്ള -1 റൈസ് ടു n xn എന്നൊക്കെയുള്ള രൂപത്തിലാണെങ്കിൽ നമുക്ക് ലെബനിസ് ടെസ്റ്റ് പെട്ടെന്ന് വർക്കാവും. ഒരു പോളിനോമിയൽ ബൈ പോളിനോമിയൽ എന്നുള്ള ഫോർമാറ്റ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് പെട്ടെന്ന് വർക്കാവും. ഓക്കെ, നോക്ക്, അപ്പോൾ ഇവിടെ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഫോർമുല, ഇപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ ആയതുകൊണ്ട് റൂട്ട് ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ടുള്ള ഫോർമുലയാണ് 1/r is equal to ലിമിറ്റ് n tends to infinity. എന്താണ് ഇതിൻ്റെ സാധാരണ റേഷ്യോ ടെസ്റ്റിൻ്റെ ഫോർമുല? an + 1 ഡിവൈഡഡ് ബൈ an. 1/r ആണെന്നുള്ള കാര്യം മറന്നു വരുത്. വേറെ r is the radius of convergence. റൂട്ട് ടെസ്റ്റ് എടുക്കുന്ന കേസിലാണെങ്കിൽ 1/r is equal to ലിമിറ്റ് n tends to infinity an ഹോൾ റൈസ് ടു 1/n എന്ന് വരും. ഓക്കെ, നോക്ക്, അപ്പോൾ ഇവിടെ 1/r is equal to ലിമിറ്റ് n tends to infinity an + 1 എന്ന് പറഞ്ഞാൽ n + 1 ഫാക്ടോറിയൽ ബൈ an എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ. സോ 1/r is equal to ലിമിറ്റ് n tends to infinity n + 1 ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ കട്ട് ചെയ്താൽ ഇൻഫിനിറ്റി + 1 ഇൻഫിനിറ്റി, 1/r ആണ് ഇൻഫിനിറ്റി, r is equal to 1/∞, 0. ഓപ്ഷൻ എ 0 ആണ് ആൻസർ കിട്ടുക. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇവിടെ an x റൈസ് ടു n, an എന്ന് പറഞ്ഞാൽ 1/2 റൈസ് ടു n ആണ്. അതിനെ നമുക്ക് 1/2 ഹോൾ റൈസ് ടു n എന്ന് എഴുതാം. ഹോൾ റൈസ് ടു n വരികയാണെങ്കിൽ 1/r is equal to ലിമിറ്റ് n tends to infinity an റൈസ് ടു 1/n എന്നുള്ളതാണ് ഫോർമുല. സോ ലിമിറ്റ് n tends to infinity 1/2 റൈസ് ടു n ഹോൾ റൈസ് ടു 1/n, n കട്ട് ചെയ്യാം, 1/r is equal to ലിമിറ്റ് n tends to infinity 1/2ൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 1/2, ക്രോസ് ചെയ്താൽ r is equal to 2. ഓപ്ഷൻ എ 2 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, സിഗ്മ n is equal to 1 to infinity 1/4 റൈസ് ടു എന്ന അനുക്രമത്തിൻ്റെ തുക കണ്ടുപിടിക്കുക. ഇത് എക്സ്പാൻഡ് ചെയ്താൽ 5/4 + 5/4² പ്ലസ് എക്സെട്ര എന്ന് വരും അല്ലേ. ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഫസ്റ്റ് ടേം 5/4, കോമൺ റേഷ്യോ 1/4, ലെസ് ദാൻ 1 കൺവേർജസ് ആണെങ്കിൽ സം ഉണ്ടാവും, s∞ is equal to a/1 - r, that is 5/4 ഡിവൈഡഡ് ബൈ 1 - 1/4. 5/4 ഡിവൈഡഡ് ബൈ 3/4 is equal to 5/3. ഓപ്ഷൻ ബി 5/3 ആണ് നമുക്ക് എന്ത് കിട്ടുക, ഈ അനുക്രമത്തിൻ്റെ തുക കിട്ടുക. എപ്പോഴും ആലോചിക്കുക, ജിയോമെട്രിക് സീരീസ് ആണെങ്കിൽ r ലെസ് ദാൻ 1 കൺവേർജസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, ഓരോ ടെസ്റ്റും എപ്പോഴാണ് കൺവേർജ് ചെയ്യുക ഡൈവേർജ് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ട് പഠിക്കണേ. നാലാമത്തെ ക്വസ്റ്റ്യൻ,
മാധ്യം 4, മാധ്യം എന്ന് പറഞ്ഞാൽ NP4, വ്യതിയാനം 3, NPQ 3. ബൈനോമിയൽ വിതരണത്തിൻ്റെ μ3 കണ്ടുപിടിക്കുക. μ3യുടെ ഫോർമുല എന്താ? μ3യുടെ ഫോർമുല NPQ × Q-P ആണ് μ3യുടെ ഫോർമുല. NPQ 3 ആണ്, ഇനി Qയും Pയും വേണം. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ NPയുടെ വില കൊടുത്താൽ 4Q = 3, Q = 3/4. അപ്പോൾ സ്വാഭാവികമായിട്ടും P = 1/4 ആയിരിക്കും. കൂട്ടിയാൽ 1 വരണമല്ലോ. So Q is 3/4 minus P is 1/4. So 3 × 2/4, 3 × 1/2. Answer is 3/2. Option C 3/2. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. സഹബന്ധ ഗുണാങ്കം കണ്ടുപിടിച്ചത് കാൾ പിയേഴ്സൺ. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്തായിരുന്നു? കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ആറാമത്തെ ചോദ്യം. ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. മീൻ എന്ന് പറഞ്ഞാൽ NP 6, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് NPQ, അത് റൂട്ട് 2 ആണ്. ഫ്രം ദാറ്റ് NPQ = 2. ദെൻ ദ നമ്പർ ഓഫ് ട്രയൽസ് എന്താണെന്നാണ് ചോദ്യം. NPQ = 2. ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6Q = 2, Q = 2/6 = 1/3, P = 2/3. NP = 6, N × 2/3 = 6. കട്ട് ചെയ്താൽ 3 വരും. N = 3 × 3 9. ഓപ്ഷൻ C 9 is the answer. ഏഴാമത്തെ ചോദ്യം. കോവേരിയൻസ് ഓഫ് XY = 1, സിഗ്മ x² = 4, അവിടുന്ന് സിഗ്മ x = 2, സിഗ്മ y = 2 വരും. R = കോവേരിയൻസ് ഓഫ് x ആൻഡ് y ഡിവൈഡഡ് ബൈ സിഗ്മ x × സിഗ്മ y = 1 ഡിവൈഡഡ് ബൈ 2 × 2 = 1/4. ഓപ്ഷൻ C വരും ആൻസർ. എട്ടാമത്തെ ചോദ്യം. സമാശ്രയ ഗുണാങ്കങ്ങൾ BXY BYX തന്നിട്ടുണ്ട്. R of XY, R of രണ്ടുപേരും നെഗറ്റീവ് ആണല്ലേ. R of XY = രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ R of XY നെഗറ്റീവ് ആയിരിക്കും. റൂട്ട് പ്രോഡക്റ്റ് എടുത്താൽ -0.8 × -0.2 മൈനസ് റൂട്ട് 0.16 -0.4. ഓപ്ഷൻ D. ഒൻപതാമത്തെ ചോദ്യം. സമാശ്രയ രേഖകൾ 3x - 2y + 1 = 0, 2x - y - 2 = 0 ആയാൽ x ബാർ y ബാർ എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് മീൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. 3x - 2y + 1 = 0, 2x - y - 2 = 0. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2x 4x വരും. -2y - 4 = 0. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 3x നിന്ന് 4x കുറച്ചാൽ -x, -2y നിന്ന് -2y കുറച്ചാൽ 0, 1ൽ നിന്ന് -4 കുറച്ചാൽ +5 = 0. അവിടുന്ന് x = 5 വരും. x 5 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. വൈയും കൂടെ കണ്ടുപിടിക്കണം. 3 × 5 -2y + 1 = 0, 2y = 15 + 1 = 16, y = 16/2 = 8. ഓപ്ഷൻ എ 5, 8. പത്താമത്തെ ചോദ്യം. സോ ഒരു ഏകസമാന വിതരണം തന്നിട്ടുണ്ട്. അതിൻ്റെ ഏകതം എന്താണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. x - a/b - a ആണ് ഏകതം വരിക. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം. ബൈനോമിയൽ വിതരണത്തിൻ്റെ സ്ക്യൂനത 0 ആകുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഹാഫ് ആകുമ്പോഴാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തെ ചോദ്യം. ഒരു നോർമൽ വിതരണത്തിൻ്റെ Q1 തന്നിട്ടുണ്ട്, Q2 തന്നിട്ടുണ്ട്. മധ്യാങ്കം കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Q2 = Q1 + Q3 / 2, 54.52 + 78.86 / 2. 6 × 2 8, 8 × 5 13 3,
8 5 13 3 ശിഷ്ടം 1, 8 4 12 1 13 3 ശിഷ്ടം 1, 7 5 12 1 13 ബൈ 2, ഈരാറ് 12 2 ശിഷ്ടം 1 13, ഈരാറ് 12 2 ശിഷ്ടം 1 13, ഈരാറ് 12 ശിഷ്ടം 1 19, 9 2 18, 66.69. അടുത്ത ചോദ്യം 13ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു നോർമൽ വിതരണത്തിൻ്റെ μ2 ആണ്, സിഗ്മ സ്ക്വയർ 4 ആണ്, μ4 കണ്ടുപിടിക്കാനാണ് ചോദ്യം. μ4 എന്ന് പറയുന്നത് എന്തായിരുന്നു ഫോർമുല? 3μ2 സ്ക്വയർ അല്ലേ, 3μ2 സ്ക്വയർ ആയിരുന്നു ഫോർമുല. സോ 3 ഇൻറ്റു μ2 സിഗ്മ സ്ക്വയർ ആണെന്ന് അറിയാം, അതിൻ്റെ സ്ക്വയർ. സോ 3 ഇൻറ്റു സിഗ്മ സ്ക്വയർ 4 തന്നിട്ടുണ്ട്, 4ൻ്റെ സ്ക്വയർ, 3 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16, 6 18 ഇഷ്ടം 1 3 1 4 48. ഓപ്ഷൻ ഡി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. 14ാമത്തെ ചോദ്യം. സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity 1 plus nx by n raised to n എന്ന അനുക്രമം അഭിസരിക്കുന്ന എക്സിൻ്റെ വില എന്താണെന്നാണ് ചോദ്യം. സോ സിഗ്മ n ഇസ് ഈക്വൽ ടു 1 to infinity, ഇതിനെ നമുക്ക് 1 plus nx by n ഹോൾ റേസ് ടു n എന്ന് മാറ്റാം. സോ എ എൻ എന്ന് പറഞ്ഞാൽ എന്തായി? 1 plus nx by n ഹോൾ റേസ് ടു n എന്ന് വന്നു. ഹോൾ റേസ് ടു n ഉള്ളതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാം. റോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഹോൾ റേസ് ടു 1 by n is equal to limit n tends to infinity 1 plus nx by n whole raised to n the whole raised to 1 by n. n കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n tends to infinity 1 plus nx by n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് എന്താണ്, ഹയസ്റ്റ് പവർ വരുന്നത് n ആണ്. അപ്പോൾ എന്നിൻ്റെ ഹയസ്റ്റ് പവർ n തന്നെയാണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ കോയിഫിഷ്യൻസ് ധരിച്ചാൽ മതി. മുകളിൽ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എക്സ്, താഴെ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് 1. ആൻസർ എന്ത് കിട്ടും? എക്സ് കിട്ടും ആൻസർ. സോ റൂട്ട് ടെസ്റ്റ് കൺവേർജ് ചെയ്യുന്നത് എപ്പോഴാണ്? റോയുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോഴാണ്. ലെസ് ദാൻ എന്താണ്? ലെസ് ദാൻ റോ ലെസ് ദാൻ 1 ആകുമ്പോഴാണ് കൺവേർജ് ചെയ്യുക. സോ റോയുടെ വാല്യൂ എക്സ് ആണ്, എക്സ് ലെസ് ദാൻ 1 കൺവേർജ് ചെയ്യും. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 എന്താണ്? കൺവേർജൻറ്റ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള നിങ്ങളുടെ കമൻസൊക്കെ തന്നെയാണ് മുന്നോട്ട് ക്ലാസ് ചെയ്യാനുള്ള പ്രചോദനം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.